ഈ പാകിസ്ഥാൻ ഈ അവസാനത്തിലേക്ക് കടക്കുകയാണോ എന്ന് സംശയമുണ്ട്. സാമ്പത്തികമായി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. ഇന്ത്യയെ അങ്ങ് തിരിച്ചടിക്കും, ഇന്ത്യയിൽ യുദ്ധം നടത്തും, ആണവായുധം പ്രയോഗിക്കുമെന്ന് പറയുമ്പോൾ അവിടെ അരി വാങ്ങാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു കിലോ അരിക്ക് 340 രൂപ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. കറാച്ചി പോലൊരു പട്ടണത്തിൽ, ഇസ്ലാമാബാദ് പോലെയുള്ള അതിൻ്റെ തലസ്ഥാനത്ത് വലിയ വില കൊടുത്ത് ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ട ഗതികേടിലാണ്. അതിന് കാരണം ഈ വലിയ തോതിൽ ഈ നാണയപ്പെരുപ്പം സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിദേശ നാണയ കരുതൽ ശേഖരം വല്ലാണ്ട് ഇടിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ. ഇന്ന് മാത്രമല്ല, അവിടെ നിന്ന് കയറ്റുമതി, ഈ ഭക്ഷ്യധാന്യങ്ങളുടെയും മറ്റും കയറ്റുമതി നിലച്ചിരിക്കുന്നു. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണ് നമ്മുടെ അയൽ രാജ്യം. പക്ഷെ വീരവാദത്തിന് ഒരു കുറവുമില്ല. ഞങ്ങളിപ്പോൾ അങ്ങ് തൊലച്ച് കളയും എന്ന് പറഞ്ഞ് വാചകമടി വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. വെള്ളമില്ല, വൈദ്യുതിയില്ല, ഭക്ഷണമില്ല, മരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന വെള്ളം, അതായത് ഈ സിന്ധു നദിയിലെയും ഝലം നദിയിലേക്കും ഒക്കെ ഉള്ള വെള്ളമുണ്ടല്ലോ, ആ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകി എത്തിക്കഴിയുമ്പോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ, നിരവധി പദ്ധതികൾ അവിടെ പ്രവർത്തിക്കുന്നു. അതിൽ നിന്നാണ് അവർക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ആ വൈദ്യുതി ഇപ്പോൾ വെള്ളം ആവശ്യത്തിന് എത്താതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. ഒന്ന്, കൃഷിക്കും ജലസേചനത്തിനും അത് മുഴുവനും താറുമാറാകും. ഈ വൈദ്യുതി ഉൽപ്പാദന ജലവൈദ്യുത പദ്ധതികൾ എല്ലാം അവതാളത്തിലാകും. അതോടുകൂടി പാകിസ്ഥാൻ ഇരുട്ടിലാകും. വളരെ പെട്ടെന്ന് പാകിസ്ഥാൻ ഇരുട്ടിലാകും. ഇപ്പോൾ തന്നെ അവിടെ നിലവിൽ പവർ കട്ട് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഈ വൈദ്യുതി ഉൽപ്പാദനം കൂടി നിലച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയാമല്ലോ. അത് ഒരു വശത്ത്. മറുവശത്ത് ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ ഇപ്പോൾ അത് നിലച്ചിരിക്കുകയാണ്. മരുന്ന് ഇനി കയറ്റുമതി ചെയ്യണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനം. അതനുസരിച്ച് അവിടെ മരുന്നുകൾ എത്തുന്നില്ല. ജീവൻ രക്ഷാ മരുന്നുകളടക്കം, ഈ പ്രമേഹം പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ കൊടുക്കുന്ന മരുന്നുകളടക്കം അവിടെ വലിയ ഷോർട്ടേജ്, അതിന് ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ അത് പാകിസ്ഥാനിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ വിലക്കയറ്റം അതിരൂക്ഷമായിരിക്കുന്നത്. അരി മാത്രമല്ല, പാകിസ്ഥാനികളുടെ ഒരു പ്രധാന ഭക്ഷണമാണ് കോഴിയിറച്ചി. ഈ കോഴിയിറച്ചിക്കും ഇപ്പോൾ കിലോയ്ക്ക് 800 രൂപ ആയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇതെല്ലാം വെറും തുടക്കം മാത്രമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. വലിയൊരു കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധി. കാരണം സിന്ധു നദി ജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പിന്നോട്ട് പോയിട്ടുണ്ട്. ജലം ലഭിക്കുന്നില്ല. ചിലയിടത്ത് അമിതമായി ജലം ലഭിച്ച് കൃഷിയെല്ലാം നശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൃഷിനാശം കൂടെ ഉണ്ടാകുമ്പോൾ, കൃഷിയുമായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇനി പാകിസ്ഥാന്റെ സർവൈവൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പറയുന്നത് പോലെ അവരെ സഹായിക്കാൻ അഫ്ഗാനിസ്ഥാൻ സഹായിക്കില്ല. ഇറാൻ എന്ത് കൊടുത്ത് സഹായിക്കാനാണ്? ഇറാൻ തന്നെ വലിയ പ്രശ്നത്തിലാണ്. ഈ ക്രൂഡ് ഓയിൽ കഴിച്ചാൽ വിശപ്പ് മാറില്ലല്ലോ, അതിന് ഭക്ഷണം തന്നെ കഴിക്കണ്ടേ. അവിടുന്ന് ഇവിടുന്നുമൊക്കെ ഈ ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങൾക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ ഇന്ത്യ സഹായിക്കുന്നത് പോലെ മറ്റൊരു രാഷ്ട്രങ്ങൾക്കും പാകിസ്ഥാനെ അത്രയും സഹായിക്കാൻ സാധിക്കില്ല. പിന്നെ ഉള്ളത് ചൈനയാണ്. ചൈനയുടെ താല്പര്യം നമുക്കറിയാം എന്താണ്. ചൈനയുടെ ആവശ്യത്തിന് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ, പണ്ട് അമേരിക്ക ഉപയോഗിച്ചിരുന്നു, റഷ്യ ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ പല രാഷ്ട്രങ്ങളും, യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും പാകിസ്ഥാനെ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ, ഖ്വാജ ആസിഫ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങൾ തീവ്രവാദം ഇവിടെ വളർത്തുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ വളർത്തിയത് തീവ്രവാദികളെ, ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് അമേരിക്കയ്ക്ക് അവരുടെ ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവരെ പിരിച്ചുവിടാൻ പറ്റും? അതിന് സാധിക്കില്ലല്ലോ. വെള്ളവും വളവും കൊടുത്ത് മതം കുത്തിവെച്ച്, വിഷം കുത്തിവെച്ച് ഇവരെ എല്ലാം നല്ല ഒന്നാന്തരം പോരാളികളായി, ചാവേറുകളാക്കിയൊക്കെ മാറ്റിയിട്ട് ഇനി അവരോട് അങ്ങനെയല്ല, നിങ്ങളെല്ലാം മടങ്ങി വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതിന് തയ്യാറാകും? നമുക്കറിയാമല്ലോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ. താലിബാനെ ചൊല്ലി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നത്, ഈ പാക് താലിബാൻ എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ പ്രക്ഷോഭത്തിലാണ്. അവർക്ക് സ്വതന്ത്രമായ രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതിനു മുൻപ് തന്നെ ഉണ്ട്, ഇപ്പോഴാണ് രൂക്ഷമായിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരിക്കും ഇന്ത്യയിൽ നടന്ന ഈ ഭീകരവാദി ആക്രമണം? അതങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം
പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇപ്പോൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും ഈ ഒരു ആക്രമണത്തിലൂടെ 10 മടങ്ങ് വർദ്ധിക്കും എന്നവർക്കറിയാം. അതുകൊണ്ട് അത്തരത്തിൽ ഈ ശ്രദ്ധ മാറ്റിയിട്ട് അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ മാത്രം ഒന്നും ഇല്ല അവിടെ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പ്രധാന പ്രതിപക്ഷ നേതാവ് ജയിലിലാണ്. അതുപോലെ നവാസ് ഷെരീഫ് അവിടെ മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ പരിങ്ങലിലാണ്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഷഹബാസ് ഷെരീഫാണ്. ഷഹബാസ് ഷെരീഫിനും വലിയ നിയന്ത്രണമൊന്നുമില്ല. നിയന്ത്രണം സൈന്യത്തിൻ്റെ കയ്യിലാണ്, ISIയുടെ കയ്യിലാണ്. അതുമാത്രമല്ല, ഈ പാകിസ്ഥാനിലെ വിവിധ പ്രവിശ്യകളിൽ ലോക്കലായിട്ട് ആൾക്കാർ ഈ പറയുന്നത് പോലെ പട്ടാളത്തിൻ്റെ ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഹക്കാനി എന്ന് പറയുന്ന ഒരു വിഭാഗം സൈനികരുണ്ട്. അവർ വാസ്തവത്തിൽ പട്ടാളത്തെ പോലെ ട്രെയിൻഡ് അല്ല, ഒരു അച്ചടക്കം അവർക്കില്ല, അതുപോലുള്ളൊരു പരിശീലനം ലഭിച്ചിട്ടില്ല. തോക്കും മറ്റായുധങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ അറിയാം. അവർ ഈ കൊട്ടേഷൻ വർക്ക് പോലെയാണ്. പണം കൊടുത്താൽ അവരാരെയും പോയി കൊല്ലും, ഏത് പ്രദേശവും ആക്രമിക്കും, കൊള്ളയടിക്കും, അവിടുത്തെ സ്ത്രീകളെ ഉപദ്രവിക്കും, ഇതൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഈ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹക്കാനി ഭീകരന്മാർ. ആ ഹക്കാനി ഭീകരന്മാർ പല സ്ഥലത്തും വലിയ ശക്തിയാണ്. ഈ കൊട്ടേഷൻ ഗ്രൂപ്പുകൾ നമുക്കറിയാമല്ലോ, നമ്മുടെ നഗരങ്ങളിലും മറ്റുമൊക്കെ കൊട്ടേഷൻ എടുത്ത് ജീവിക്കുന്ന ഗുണ്ടകളുണ്ട്. കൈവെട്ട്, കാലുവെട്ട്, ആളെ കൊല്ലുന്നതിനൊക്കെ റേറ്റ് വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ അവിടെയും അത്തരത്തിലുള്ള കൊട്ടേഷൻ വർക്കുകൾ, അത് അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം ചെയ്യണോ, ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണോ, കാശ്മീരിൽ നുഴഞ്ഞു കയറണോ, ഇവരെ വിളിക്കാം, ഇവർ വരും, അവർക്കുള്ള പണം ആദ്യമേ കൊടുക്കണം, ആ പണവും വാങ്ങിക്കൊണ്ട് അവർ ഈ വേണ്ടാത്ത പ്രവൃത്തിയൊക്കെ ചെയ്യും. ഇതാണ് പാകിസ്ഥാനിൽ പൊതുവെ നടന്നു വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബുള്ളറ്റ് പോലും പായിക്കാതെ, ഒരു തുള്ളി ചോര പോലും വീഴ്ത്താതെ ഒരു വലിയ യുദ്ധം ഏതാണ്ട് പകുതി ജയിച്ചിരിക്കുകയാണ് നമ്മൾ. കാരണം കൃത്യമായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ നദീജല കരാറിൽ നിന്ന് നമ്മൾ പിൻവാങ്ങി. അതോടുകൂടി പാകിസ്ഥാൻ കുടിവെള്ളമില്ലാതെ ദാഹിച്ചു വലഞ്ഞ് പാക് ജനത നെട്ടോട്ടമോടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതിന് അധിക ദിവസങ്ങളൊന്നും പോണ്ട. ഇപ്പോൾ മരുന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ, അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതെന്താ സൃഷ്ടിക്കാൻ? വൈദ്യുതിയുടെ കാര്യം, പാകിസ്ഥാൻ ഇരുട്ടിലാവുന്നു. ഈ പറയുന്നത് പോലെ മനുഷ്യർ എത്ര നാൾ ഇരുട്ടിൽ ജീവിക്കും? ഇത് ഒരു വലിയ ആഭ്യന്തര കലാപത്തിലേക്കാണ് പാകിസ്ഥാനെ നയിക്കുന്നത്. അവിടെ ജനങ്ങൾ ആയുധമെടുത്ത് തെരുവിലിറങ്ങും. തമ്മിൽ വെട്ടിയും കുത്തിയും അവർ തങ്ങളുടെ ആ പ്രതിസന്ധി, ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ ശ്രമിക്കും. വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ സർക്കാരിനെതിരെ ആരംഭിക്കും. ഇപ്പോൾ നമുക്കറിയാം, സൈന്യത്തിൽ നിന്ന് എത്ര പേര് പിരിഞ്ഞുപോയി. ഇന്ത്യയുമായിട്ട് യുദ്ധമുണ്ടാകുമെന്ന് പേടിച്ച് സൈന്യത്തിൽ നിന്ന് ഒരുപാട് പേർ പിരിഞ്ഞുപോയി. അതുപോലെ തന്നെ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളി, അതുപോലെ ബലൂചിസ്ഥാനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നേരിടാൻ ഇപ്പോൾ സൈന്യത്തിന് തന്നെ ഒരു കരുത്തില്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ്. ആ കൂട്ടത്തിൽ ഒരാക്രമണം അയൽ രാജ്യത്തു നിന്ന് ഉണ്ടായാൽ അവരെന്ത് ചെയ്യും? ഒരു വിധത്തിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഒരു വശത്ത് കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ, ഈ പറയുന്ന പോലെ മരുന്നില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല. പാകിസ്ഥാൻ സമ്പൂർണ്ണമായിട്ടും തകർച്ചയിലേക്കാണ് പോകുന്നത്. അതിന് ഒരുപാട് സമയമെടുക്കില്ല. കാരണം പണ്ടേ അവർ വളരെ ദുർബലരാണ്. ജനങ്ങൾ എന്തുകൊണ്ടാണ് അവിടുത്തെ സർക്കാരിനും പട്ടാളത്തിനും എതിരെ പ്രതികരിക്കാത്തത്? ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ, നമ്മളത് കാണുന്നില്ല. അവർ പലതും അവിടെ മൂടി വച്ചിരിക്കുകയാണ്. അവർ വലിയ തോതിൽ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നാൾ ഇത് മറച്ചു വയ്ക്കാൻ പറ്റും? എൻ്റെ ചോദ്യം അതാണ്. പാകിസ്ഥാൻ ഗവൺമെൻറ്റിനാകട്ടെ, സൈന്യത്തിനാകട്ടെ, സൈന്യം തന്നെ നിലനിൽപ്പിന് വലിയ രീതിയിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജനങ്ങൾ അതിനകത്ത് ഉള്ളിലെ അവരുടെ രാജ്യത്തെ പൗരന്മാർ തന്നെ ആയുധങ്ങളുമായിട്ട് തെരുവിലിറങ്ങിയാൽ അവരെങ്ങനെ നേരിടാൻ കഴിയും? എത്ര പേരെ അവർക്ക് വെടിയുണ്ട കൊണ്ട്, തോക്കുകൊണ്ട് അവർക്ക് നേരിടാൻ സാധിക്കും? ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല. വലിയ ആഭ്യന്തര കുഴപ്പത്തിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. ഇതിപ്പോൾ അമേരിക്കയോ ചൈനയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ ഒന്നും തീരുന്ന പ്രശ്നങ്ങളല്ല. അതുകൊണ്ടാണ് ട്രംപ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം അത് ഇന്ത്യ തീർത്തുകൊള്ളും, ഞങ്ങൾ അതിനകത്ത് തലയിടുന്നില്ല എന്ന് വെച്ചാൽ ഇനി പാകിസ്ഥാന് പണം കൊടുത്ത് സഹായിക്കാൻ ഞങ്ങളില്ല, ഞങ്ങളിൽ നിന്ന് ഒരു സഹായവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, നിങ്ങളുടെ തടി നിങ്ങൾ രക്ഷിച്ചോ എന്നാണ് ട്രംപ് പറഞ്ഞത്. വളരെ വ്യക്തമാണ്. ചൈന ഒരു പരിധിക്കപ്പുറത്ത് പാകിസ്ഥാനെ സഹായിക്കില്ല. ചൈനയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചൈന അവരെ ഉപയോഗിക്കും എന്നല്ലാതെ ചൈന പാകിസ്ഥാനെ, ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പാകിസ്ഥാന് വലിയ സഹായങ്ങൾ ചെയ്യാൻ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ചൈനയും തയ്യാറാകില്ല. അതുകൊണ്ട്
വലിയ പ്രതിസന്ധിയിലേക്കാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തം.